സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായും നിർത്തലാക്കി എന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലവിൽ വന്നിട്ടില്ല. എന്നാൽ അർഹതാ മാനദണ്ഡങ്ങളുടെ കർശന പരിശോധന, റേഷൻ കാർഡ് പുനർപരിശോധന, മറ്റു പെൻഷനുകൾ കൈപ്പറ്റുന്നവരുടെ വിവരശേഖരണം എന്നിവയുടെ ഭാഗമായി ചില ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ താൽക്കാലികമായി തടയപ്പെടുകയോ അർഹത നഷ്ടപ്പെടുകയോ ചെയ്യാം. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം ധനസഹായമായി നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നത്. 35 മുതൽ 60 വയസ്സുവരെയുള്ളവരാണ് പ്രധാന ഗുണഭോക്താ വിഭാഗം. നിലവിൽ മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങാത്തവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടി അർഹത നിലനിൽക്കുന്നിടത്തോളം പദ്ധതി തുടരുമെന്നതാണ്. എന്നാൽ അപേക്ഷ നൽകിയ സമയത്തെ വിവരങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പരിശോധനയിൽ അത് കണ്ടെത്തപ്പെടും. ഉദാഹരണത്തിന് റേഷൻ കാർഡ് ഭാഗം മാറിയിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും സർക്കാർ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, സർക്കാർ ജോലിയോ സ്ഥിര വരുമാനമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അർഹത പുനർപരിശോധിക്കപ്പെടാം. അങ്ങനെ ചിലരുടെ പേര് ഗുണഭോക്താ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. സർക്കാരിന്റെ ലക്ഷ്യം അർഹരായവർക്കാണ് സഹായം ലഭിക്കേണ്ടത് എന്നതാണ്. അതിനാൽ അപേക്ഷകരും നിലവിലെ ഗുണഭോക്താക്കളും തങ്ങളുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ആവശ്യമായ പരിശോധനകളിൽ സഹകരിക്കുകയും വേണം. ഇനി പലർക്കും സംശയമുള്ള മറ്റൊരു വിഷയമാണ് കുടിശ്ശിക തുകയിൽ വിതരണം വൈകുന്നതാണ്. ധനപരമായ കാരണങ്ങൾ, ഭരണപരമായ നടപടിക്രമങ്ങൾ, ഗുണഭോക്താ വിവരങ്ങളുടെ പരിശോധന എന്നിവ മൂലം ചില ഘട്ടങ്ങളിൽ വിതരണം വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിതരണം വൈകുന്നത് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ തെളിവല്ല. സംസ്ഥാനത്തെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഗഡുക്കൾ പിന്നീട് ഒരുമിച്ച് വിതരണം ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അപേക്ഷാ നിലയും കൃത്യമായി പരിശോധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.